ഹലോ, ഞാനിന്നൊരു മത്തൻ പച്ചടിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ഏകദേശം 1/2 കിലോളം മത്തൻ തോല് കഴിഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് അരപ്പിനായിട്ട് നാളികേരം വേണം. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, ഇത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മത്തനിൽ വേവിക്കാനിടുമ്പോൾ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർക്കണം. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു കളറിനും ആവശ്യത്തിന് എരിവ് കിട്ടാനും കൂടി മുളക് പൊടി ആവശ്യമാണ്. പിന്നെ താളിപ്പിന് വേണ്ടിയിട്ടാണ് കടുക്, വറ്റൽമുളക്, ഉലുവ, ഇവ നിർബന്ധമായിട്ട് വേണം. പിന്നെ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുളിപ്പ് അനുസരിച്ച് ലേശം പുളിപ്പുള്ള തൈരാണ് നല്ലത്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ഈ മത്തൻ കഷ്ണങ്ങൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം ഈ മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കഷ്ണം വെന്തോന്ന് നോക്കാം. മത്തൻ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ലേശം മധുരം കുറവുള്ള മത്തനാണ്. അതുകൊണ്ട് ഞാനിത് 1 സ്പൂൺ ഒരു മധുരത്തിന് വേണ്ടി ഒരു ലേശം ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മത്തനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ശർക്കര പാനി അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിലും 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അത് നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. ചിലർ പറയും തൈര് ആദ്യം ചേർത്താൽ തന്നെ അത് പിരിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അത് വെറുതെയാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് തൈര് ചേർത്ത് ഒന്നൊരു തള വന്നു കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ ഈ അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നാളികേരവും പച്ചമുളകും കടുകും കൂടി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത്. തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ ഈ അടുപ്പിൽ ഗ്യാസ് വെച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് താളിപ്പ് ശരിയാക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ താളിപ്പിന് വേണ്ടി എണ്ണയൊന്ന് ചൂടാകട്ടെ. ഇതിലപ്പോഴേക്കും ഏതാണ്ട് തള പൊട്ടി വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലപ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് ഇട്ട് കൊടുത്ത്
താളിച്ചിട്ട് വെക്കാം. നല്ല ടേസ്റ്റാണ് പച്ചടി. ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്കും പിന്നെ ഫ്രൈഡ് റൈസിനൊക്കെ നമുക്ക് ഈ കറി നല്ല ടേസ്റ്റാണ്, ഉപയോഗിക്കാവുന്നതാണ്. കറി ഏതാണ്ട് പൊട്ടിത്തുടങ്ങി. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കാൻ ശ്രദ്ധിക്കണം, അതിന് ടേസ്റ്റ് കൂട്ടും കറിക്ക്. നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തൻ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.